സബ എന്ന് പറയുന്നത്, സബ ഉൾക്കൊള്ളുന്ന യമൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പ്രദേശത്തെ, ഈ നാടിനെ പരിശുദ്ധമായ ഖുർആൻ സൂറത്തു സബയിൽ പരാമർശിച്ചിട്ടുണ്ട്, സൂറത്തു നംലിലും പരാമർശിച്ചിട്ടുണ്ട്. സുലൈമാൻ നബി അലൈഹിസ്സലാമിന് വിരുദ്ധമായ, എന്നാൽ പിന്നീട് സുലൈമാൻ നബി അലൈഹിസ്സലാം കത്തിലൂടെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുകയും ഇസ്ലാം സ്വീകരിക്കുകയും ചെയ്ത ബൽഖീസ് രാജ്ഞിയുടെ താവളം സബ. യമൻ അതിന്റെ മാതൃകാ നാമമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അന്ത്യദിനം വരെ വരുന്ന മനുഷ്യർക്ക് മാനവരാശിയുടെ ദൃഷ്ടാന്തത്തിന്റെ ഭൂമികയായിട്ട് സബഇന്റെ പ്രകൃതിയെ അല്ലെങ്കിൽ യമനിന്റെ പ്രകൃതിയുടെ സൗന്ദര്യത്തെ അള്ളാഹു വരച്ചു കാണിക്കുന്നുണ്ട്. ലഖദ് കാന ലിസബഇൻ ഫീ മസ്കനിഹിം ആയ ജന്നതാനി അൻ യമീനിൻ വശിമാൽ കുലൂ മിൻ റിസ്ഖി റബ്ബികും വഷ്കുറൂ ലഹു ബൽദത്തുൻ ത്വയ്യിബത്തുൻ വറബ്ബുൻ ഗഫൂർ. ലഖദ് കാന ലിസബഇൻ ഫീ മസ്കനിഹിം ആയ. സബ എന്ന് പറയുന്ന പ്രദേശത്തിന്, യമനിന് അവരുടെ വാസസ്ഥാനത്ത് ദൃഷ്ടാന്തമുണ്ട്. ജന്നതാനി അൻ യമീനിൻ വശിമാൽ. വലതും ഇടതുമായി പരന്നു കിടക്കുന്ന പ്രകൃതിയുടെ വലിയ ഒരു മനോഹാരിത പരിശുദ്ധമായ ഖുർആൻ പറയുന്നു. ജന്നതാനി അൻ യമീനിൻ വശിമാൽ കുലൂ മിൻ റിസ്ഖി റബ്ബികും വഷ്കുറൂ ലഹു. കുലൂ മിൻ റിസ്ഖി റബ്ബികും, നിങ്ങൾ നിങ്ങളുടെ റബ്ബിന്റെ റിസ്ഖിൽ നിന്ന് ഭക്ഷിക്കുകയും അല്ലാഹു നിങ്ങളോട് ആവശ്യപ്പെടുന്നത് അവന് നന്ദിയുള്ള ദാസന്മാരായി ജീവിക്കുകയും ചെയ്യണമെന്നാണ്. അവർ ധിക്കരിച്ച ഒരു വിഭാഗം അവിടെയുണ്ട്. അബ്ദുല്ലാഹിബ്ന് സബഇനെ പോലെയുള്ള ദാസ്യത്തിന്റെ വഞ്ചകന്മാരുടെ ചരിത്രം പറയാനുള്ള ആളുകൾ അബ്ദുല്ലാഹിബ്ന് സബഇനെ പോലെയുള്ള ആളുകളുടെ താവളമായി യമൻ മാറിയിട്ടുണ്ടെങ്കിലും പൊതുവിൽ യമനിനെ സംബന്ധിച്ച് അല്ലാഹു പറഞ്ഞു, ബൽദത്തുൻ ത്വയ്യിബത്തുൻ വറബ്ബുൻ ഗഫൂർ. അനുഗ്രഹീതമായ നാടാണത്, അനുഗ്രഹീതമായ നാടാണ് യമൻ. വറബ്ബുൻ ഗഫൂർ, ആ നാടിന് പൊറുത്തു തരുന്ന ഒരു റബ്ബുണ്ട്, മാപ്പ് തരുന്ന ഒരു റബ്ബുണ്ട്. പരിശുദ്ധമായ ഖുർആൻ. അനുഗ്രഹീതമായ നാടൊരു നാട് എങ്ങനെയാണ് അനുഗ്രഹീതമാകുന്നത്? സമ്പൽ സമൃദ്ധി കൊണ്ട് അനുഗ്രഹീതമാകാം, പ്രകൃതിയുടെ സൗന്ദര്യം കൊണ്ട് അനുഗ്രഹീതമാകാം, അവിടെ ജീവിക്കുന്ന മനുഷ്യരുടെ സ്വഭാവ മഹിമ കൊണ്ട് അനുഗ്രഹീതമാകാം. അങ്ങനെ ഒരു നാടാണ് യമൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിൽ യമനിൽ നിന്ന് ആളുകൾ പ്രവാചകനെ അന്വേഷിച്ചുകൊണ്ട് മദീനത്തേക്ക് കടന്നു വരുമ്പോ മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്ത ഹദീസിൽ കാണാം, സുസ്മേരവദനായി പ്രിയപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനക്കാരുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് പറഞ്ഞു, അതാകും അഹ്ലുൽ യമൻ, നിങ്ങളിൽ ഇതാ യമൻകാർ വന്നിട്ടുണ്ട്, നിങ്ങളില്ല യമൻകാർ വന്നിട്ടുണ്ട്. ഹും അൽയനു ഖുലൂബൻ, അങ്ങേയറ്റം മാർദ്ദവമായ ഹൃദയങ്ങളുള്ളവരാണ് അവർ, അവരുടെ ഹൃദയങ്ങൾ മാർദ്ദവമാണ്. വഅറഖു അഫ്ഇദതൻ, മനസ്സാക്ഷികൾ മരവിച്ചു പോകാതെ അങ്ങേയറ്റം നൈർമല്യം മനസ്സുകളിൽ കാത്തു സൂക്ഷിക്കുന്നവരാണവർ. അൽ ഈമാനു യമാനു, വിശ്വാസം യമാനികളെ കണ്ടുപഠിക്കണം.
വൽ ഹിക്മത്തു യമാനിയത്തുൻ, അറിവ് യമനിയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. പലപ്പോഴും യമൻ ദൃശ്യ ശ്രവ്യ മാധ്യമങ്ങളിൽ സ്ഥാനം പിടിക്കുന്നത് ഹൂത്തികളുടെ പ്രത്യാക്രമണങ്ങൾ കൊണ്ടാണെങ്കിൽ അദില്ലത്തിൻ അലൽ മുഅ്മിനീന അഇസ്സത്തിൻ അലൽ കാഫിരീൻ, രണ്ട് തലമുണ്ട് അതിന്. ഒന്ന് പ്രത്യാക്രമണത്തിന്റെ ഒരു തലമാണ്. അവരെ ആക്രമിക്കാൻ വരുന്നവരെ വിശ്വാസത്തിന്റെ പേരിലാകാം, പ്രാദേശികമായ കാരണങ്ങളുടെ പേരിലാകാം, ശക്തമായി പ്രതിരോധിക്കുന്നവരാണ്. ഇസ്ലാമിനെതിരെ കടന്നു വരുന്ന കുഫ്രിന്റെ ശക്തികളെ ശക്തമായി ചെറുത്തു തോൽപ്പിക്കുന്നവരാണവർ. അതില്ലത്തിൻ അലൽ മുഅ്മിനീൻ, വിശ്വാസികളോട് വിനയാന്വിതമായി സൗമ്യമായി വർത്തിക്കുന്നവരാണ്. അത് നിങ്ങൾ യമൻകാരെ കണ്ട് പഠിക്കണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയും. ഇന്ന് യമനിന്റെ ജനങ്ങൾ, അവിടെയുള്ള സൂഫിസത്തിന്റെ പൈതൃകമുള്ള പണ്ഡിതന്മാർ ചർച്ച ചെയ്യപ്പെടുമ്പോൾ അവിടെ നടന്ന ഒരു കൊലപാതകത്തിന്റെ പേരിൽ ഇവിടെയുള്ള ചില പണ്ഡിതന്മാരുടെ ഇടപെടലിനെ സംശയത്തോടുകൂടി കാണുകയും യമൻ ഒരു ഭീകരതയുടെ ഭൂമികയാണ്, ആ ഭൂമിയുമായി ആരെങ്കിലും ബന്ധപ്പെട്ടാൽ അയാളും ഭീകരവാദിയാണ് എന്ന് മുദ്ര കുത്തുന്ന ഒരു സമകാലിക സാഹചര്യത്തിൽ അവിടെയുള്ള മനുഷ്യരുടെ മനസ്സാക്ഷികളെ നിങ്ങളൊന്ന് വായിച്ചു നോക്കണം. എത്രമാത്രം നിസ്വാർത്ഥരും നിഷ്കളങ്കരുമാണവർ. അവരുടെ ജീവിതത്തിന്റെ, അവരുടെ സ്വഭാവത്തിന്റെ നൈസർഗികത പ്രിയപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചേർത്ത് വെച്ചത് നൈർമല്യത്തോടാണ്, സൗമ്യതയോടാണ്. അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹു, അശ്അരികൾ യമനിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അന്വേഷിച്ചുകൊണ്ട് മദീനത്തേക്ക് കടന്നു വന്നവരാണ് അശ്അരികൾ. അബൂ മൂസൽ അശ്അരി എന്ന് പറയുന്ന പ്രഗൽഭനായ പണ്ഡിതനും സഹാബിയും അവരിൽ നിന്ന് ഉടലെടുത്തതാണ്, ജന്മം നൽകപ്പെട്ടവരാണ് അബൂ മൂസൽ അശ്അരി. അശ്അരികളെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട് വ്യത്യസ്തമായ ഹദീസുകളിൽ, യമൻകാരുടെ ഹിക്മത്ത്, തത്വജ്ഞാനം, അറിവ്, ഹിക്മത്തുൽ യമാനിയ ഫിൽ അറബി കഫൽസഫത്തിൽ യുനാനിയ ഫി ഔറൂബ. ഹിക്മത്തുൽ യമാനിയ ഫിൽ അറബ്, അറബികളിൽ യമനി തത്വജ്ഞാനം, ഗ്രീക്ക് തത്വജ്ഞാനം യൂറോപ്പികളെ എങ്ങനെ സ്വാധീനിച്ചോ അങ്ങനെ അറബികളെ യമനി തത്വജ്ഞാനം സ്വാധീനിച്ചിട്ടുണ്ട്. അറേബ്യൻ തത്വജ്ഞാനത്തിന്റെ നാഗരിക ഭൂമിയാണ് യമൻ. യമൻ അറബി ഭാഷയ്ക്കും അറബ് വിജ്ഞാനങ്ങൾക്കും നൽകിയ സൗന്ദര്യം ലോകപ്രശസ്ത എഴുത്തുകാരനും ചിന്തകനുമായ ആഹിദുൽ ഖർനി ഒരിക്കൽ യമൻകാരോട് സംസാരിച്ചുകൊണ്ട് പറഞ്ഞത് ഇങ്ങനെയാണ്: ഞാൻ നിങ്ങളോടാണോ ഹിക്മത്ത് പറയേണ്ടത്? ഞാൻ നിങ്ങളോടാണോ തത്വജ്ഞാനം പ്രസംഗിക്കേണ്ടത്? ലിഅന്നൽ ഈമാന യമാനി, വിശ്വാസം നിങ്ങളെ കണ്ടുപഠിക്കണം. എന്താണ് വിശ്വാസം? അള്ളാഹുവിലുള്ള അചഞ്ചലമായ അടിയുറപ്പിന്റെ പേരാണ്. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആ മാർദ്ദവമായ മനസ്സുകൾ കൊണ്ട് പ്രണയിക്കുന്നതിന്റെ വിശ്വാസം. ലിഅന്നൽ ഈമാന യമാൻ, വിശ്വാസം യമനികളെ കണ്ടുപഠിക്കണം. വൽ ഹിക്മത്തു യമാനിയത്തുൻ, അറിവ് യമാനിന്റേതാണ്, യമനിന്റേതാണ്. വസഹീഹുൻ അന്ന മൻ യഅതിയ ലിയുഅല്ലിമകുമുൽ ഹിക്മ, നിങ്ങളെ തത്വജ്ഞാനം പഠിപ്പിക്കാൻ വരുന്നവർ മിസ്ലു മൻ യൻഖുറു തംറ മിൻ സൻആ ഇലാ ഹജർ, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ മരുഭൂമിയിൽ മണൽ കയറ്റുന്നത് പോലെ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഹിക്മത്തിന്റെ, തത്വജ്ഞാനത്തിന്റെ, അറിവിന്റെ ഉറവിടം യമൻ നിസ്സാരമല്ല. അതിനെ ഭീകരതയുടെ ഭൂമിയായി ചിത്രീകരിക്കണമെന്ന പിടിവാശി പാശ്ചാത്യ മാധ്യമങ്ങളുടെ വലിയ അജണ്ടകൾ, അത് യമൻ മാത്രമല്ല, സിറിയയും ജോർദാനും ഇറാഖും ഇറാനും ഫലസ്തീനും ഗൾഫ് രാജ്യങ്ങൾ പോലും അതിൽ നിന്ന് ഒഴിവല്ല.
യമനിനെ സംബന്ധിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിന്റെ തത്വജ്ഞാനത്തെ സംബന്ധിച്ച് യമനിന്റെ സംസ്കാരം അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, അവരൊരു യാത്ര പോകുമ്പോ അവർ ക്ഷീണിച്ചാൽ, അവരുടെ വിഭവങ്ങൾ തീർന്നാൽ, വഖല്ല തആമു ഇയാലിഹിം അവരുടെ കുടുംബത്തിന്റെ ഭക്ഷണം കുറഞ്ഞു പോയാൽ എന്ത് ചെയ്യും? ജമഉ മാ കാന ഇൻദഹും ഫീ തൗബിൻ വാഹിദിൻ. മദീനയിൽ നടക്കുന്ന കാര്യമാണ്. യമനികൾ ജീവിക്കുന്ന പ്രദേശങ്ങളിൽ മദീനക്കാരും യമനികളും തമ്മിലുള്ള സൗഹൃദത്തിൽ അവർ അങ്ങോട്ടും ഇവർ ഇങ്ങോട്ടും ചില സാംസ്കാരികമായ കൊടുക്കൽ വാങ്ങലുകൾ നടത്തിയിട്ടുണ്ട്. ഇസ്ലാമിന്റെ ഉജ്ജ്വലമായ സംസ്കാരത്തിലേക്ക് യമനിന്റെ സമുന്നതമായ സംസ്കാരം അവരുടെ ജീവിതത്തിലൂടെ അവർ നെയ്തു ചേർത്തിട്ടുണ്ട്. നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ ഇന്ന് പറയുന്ന ഒരു തരം സോഷ്യലിസം എന്നൊക്കെ പറയുന്നത് പോലെ എന്താണത്? ജമഉ മാ കാന ഇൻദഹും ഫീ തൗബിൻ വാഹിദിൻ. അവർക്ക് വിഭവങ്ങൾ തീർന്നു പോകുമ്പോൾ അവർക്കുള്ള ഭക്ഷണ പദാർത്ഥങ്ങളെ അവരൊരു വസ്ത്രത്തിൽ ഒരുമിച്ച് കൂട്ടും. എന്നിട്ട് സുമ്മ ഖതസമൂഹു ബൈനഹും അവരുടെ ഇടയിൽ അവർ വിഭജിക്കും. ഫീ ഇനാഇൻ വാഹിദിൻ ഒരു പാത്രത്തിൽ ബിസ്സവിയ തുല്യമായി. ചില ആളുകൾ 2 ദിർഹം, 10 ദിർഹം, 20 ദിർഹം, ചില ആളുകൾ ഒന്നുമില്ലാതെ ഒക്കെ വരും. പക്ഷെ വിഭജിക്കുമ്പോൾ 10 ആണെങ്കിൽ എല്ലാവർക്കും 10, 20 ആണെങ്കിൽ എല്ലാവർക്കും 20. ഇത് യമൻകാരിൽ നിന്ന് മദീനക്കാർ പ്രത്യേകമായി പഠിച്ചൊരു സംസ്കാരമാണ്. അനസ് റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്യുന്ന ഹദീസിൽ കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഖദ് ജാഅകും അഹ്ലുൽ യമൻ, നിങ്ങളുടെ അടുക്കൽ യമൻകാർ വന്നിട്ടുണ്ട്. വഹും അവ്വലു മൻ ജാഅ ബിൽ മുസാഫഹ, ഹസ്തദാനം, നമ്മളുടെ സ്നേഹാദരം നമ്മുടെ സഹോദരങ്ങളോട് പങ്കുവെക്കുന്നതിന്റെ അമലാണ്, പ്രവർത്തനമാണ് മുസാഫഹ, ഹസ്തദാനം. ഇരുകൈയും നീട്ടി നാം നമ്മുടെ സഹോദരനെ സ്വീകരിക്കുന്ന പ്രവർത്തനമാണ് മുസാഫഹ. ഇത് യമൻകാരാണ് മദീനക്കാർക്ക് പകർന്നു കൊടുത്തത്. ഇങ്ങനെ എന്തെല്ലാം കാര്യങ്ങളാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത് കാണാൻ സാധിക്കും. യമൻകാർ ഇങ്ങനെ മദീനത്തേക്ക് വരും. പകലിൽ അവർ വന്നിറങ്ങുമ്പോൾ പ്രവാചകന് കാണാൻ കഴിഞ്ഞിട്ടുണ്ടാവുകയില്ല. രാത്രി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു പക്ഷേ മദീനത്തേക്ക് വരുമ്പോഴാണ് യമൻകാർ വന്നിട്ടുണ്ട് എന്ന വിവരം നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കേൾക്കുന്നത്. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആളെ കാണാതെ, കുടുംബങ്ങളെ കാണാതെ, വ്യക്തികളെ കാണാതെ ടെന്റുകളിൽ നോക്കി ഇവിടെ താമസിക്കുന്നത് യമൻകാരാണ് എന്ന് തിരിച്ചറിയുന്നത് മിസ്മാറുൽ ഖുർആനിൽ യമാനിയ, ഒരു യമനി ഖുർആനിന്റെ സംഗീതം കേട്ടുകൊണ്ടാണ്. ഒരു യമനി ഖുർആൻ ഓതുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഖുർആൻ പാരായണത്തിലൂടെ, യമനിയുടെ പാരായണത്തിന്റെ, ഖുർആൻ പാരായണത്തിന്റെ സംഗീതം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ശ്രവിക്കുമായിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നു. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, അശ്അരികളായ യമനിൽ നിന്ന് വന്ന അശ്അരികളായ കൂട്ടുകാരെ ഞാൻ തിരിച്ചറിയുന്നത് ബിൽ ഖുർആൻ. അവരെ എനിക്ക് കാണണ്ട, കണ്ടില്ലെങ്കിലും ഖുർആൻ പാരായണത്തിലൂടെ തിരിച്ചറിയും. ഹീന യദ്ഖുലൂന ബില്ലൈൽ, രാത്രിയിലായിരിക്കും അവർ അവിടെ വന്നിട്ടുണ്ടാവുക. വഅരിഫു മനാസിലഹും മിൻ അസ്വാതിഹിം ബിൽ ഖുർആൻ, അവരുടെ വാസസ്ഥാനങ്ങളെ ഖുർആൻ പാരായണത്തിലൂടെ ഞാൻ തിരിച്ചറിയുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് യമനിന്റെ ഓരോ ഗ്രാമത്തിലും പരിശുദ്ധമായ ഖുർആൻ പാരായണത്തിന്റെ സംഗീത സ്വഭാവം വ്യത്യസ്തമാണ്. വ്യത്യസ്തമായ ഖുർആൻ പാരായണത്തിന്റെ വശ്യത കൊണ്ട് അവരാണ് കേരളത്തിലേക്കും പരിശുദ്ധമായ ദീൻ എത്തിച്ചത്. ഇസ്ലാമിന്റെ വാഹകരായി കടന്നു വന്നത് മഖ്ദൂമികൾ, മഖ്ദൂം കുടുംബം, മഅബറിൽ നിന്ന്, ഹളറമൗത്തിൽ നിന്ന് സൈനുദ്ദീൻ മഖ്ദൂം പൊന്നാനിയും കൊച്ചിയും ഒക്കെ കേന്ദ്രീകരിച്ച് ഇസ്ലാമിക വൈജ്ഞാനിക പ്രവർത്തനങ്ങൾക്ക് കേരളത്തിൽ നായകത്വം വഹിച്ച ഈ പ്രതിഭകൾ
അതിന്റെ വേരുകൾ യമനാണ്. ആരാണ് പറഞ്ഞത് കേരളത്തിൽ ഒരു ബന്ധവുമില്ലാത്ത ഒരു പ്രദേശമാണ് യമനെന്ന്? വൈജ്ഞാനികമായി, കർമ്മശാസ്ത്രപരമായി, സാംസ്കാരികമായി എല്ലാം നമുക്ക് അവേദ്യമായ ബന്ധമുള്ള ഒരു ഭൂമികയാണ് യമൻ. പ്രത്യേകിച്ച് ഈ നാട്ടിലെ മുസ്ലിമീങ്ങൾക്ക്. നമുക്കറിയാം ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം വരുന്ന സംസ്ഥാനങ്ങളും ഹനഫി മദ്ഹബാണ്. കേരളത്തിൽ ഷാഫിഈ മദ്ഹബായത് യമനിൽ നിന്നാണ്. കർമ്മശാസ്ത്രപരമായ ഒരു യമനി ബന്ധമാണത്. സൈനുദ്ദീൻ മഖ്ദൂം ഒന്നാമൻ, സൈനുദ്ദീൻ മഖ്ദൂം രണ്ടാമൻ ഇവിടെ പ്രബോധനം നിർവഹിച്ച്, ഇവിടെ പഠിപ്പിച്ച്, ഇവിടെ പ്രവർത്തനങ്ങൾ നടത്തി മുസ്ലിം സമൂഹത്തെ ചേർത്ത് നിർത്തിയവർ. അങ്ങനെയാണ്. അത് വലിയൊരു പാഠമാണ്. എവിടെയാണ് ഈ മഖ്ദൂമി കുടുംബം കേരളത്തിലെ ഇന്നുള്ള പല പണ്ഡിതന്മാരുടെ ദൗത്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമാകുന്നത് എന്ന് ചോദിച്ചാൽ, മുസ്ലിം ഉമ്മത്തിനെ അവർ ചേർത്ത് നിർത്തി. മതിലുകൾ സൃഷ്ടിച്ചില്ല അവർക്കിടയിൽ. സംഘടനാ സങ്കീർണതയുടെ മതിൽ. ഇന്ന് നമ്മള് മലയാളത്തിന്റെ മാധ്യമങ്ങളിൽ കേട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പണ്ഡിതനാണ് ഷെയ്ഖ് ഹബീബ് ഉമർ. യമനിലെ ഒരു സൂഫി പണ്ഡിതനാണ്. അദ്ദേഹത്തിന്റെ പ്രഭാഷണങ്ങളും അദ്ദേഹത്തിന്റെ വീക്ഷണങ്ങളും എല്ലാം ഇസ്ലാമിക സമൂഹത്തിന്റെ ആഗോള ഐക്യത്തെ പറ്റി കാണാൻ സാധിക്കും. ഒരാൾ എന്ത് ചെയ്തു എന്നതല്ല, ചിലപ്പോൾ എന്ത് ചെയ്തില്ല എന്നതായിരിക്കും. നിങ്ങൾ എന്തെല്ലാം ചെയ്തു, അതിനേക്കാളും പ്രസക്തമാകുന്നത് ചില കാര്യങ്ങൾ ചെയ്തില്ല എന്നതാണ്. അള്ളാഹുവിന്റെ കയറാകുന്ന പരിശുദ്ധമായ ഖുർആൻ മുറുകെ പിടിച്ച് ഐക്യത്തോടുകൂടി ജീവിക്കേണ്ട മുസ്ലിം സമൂഹത്തിന്റെ ഇടയിൽ മതിലുകൾ സൃഷ്ടിച്ചില്ല എന്നതാണ്. ഇസ്ലാമിക സമൂഹത്തിന്റെ ഇടയിൽ നിലനിൽക്കുന്ന വ്യത്യസ്തമായ അഭിപ്രായാന്തരങ്ങളെ സൗമ്യതയോടെ സമീപിച്ചു എന്നതാണ് ഷെയ്ഖ് ഹബീബ് ഉമർ ഹഫിളഹുല്ലാഹ്. അള്ളാഹു അദ്ദേഹത്തിന് ദീർഘായുസ്സ് കൊടുക്കട്ടെ. അങ്ങനെയുള്ള എത്രയെത്ര ലോക പണ്ഡിതന്മാർ ഇന്ത്യയിലും വിദേശത്തുമെല്ലാം നമുക്ക് കാണാൻ കഴിയും. സംഘടനാ സങ്കുചിതത്വങ്ങളുടെ പേരിൽ, അധികാര കസേരകളുടെ പേരിൽ, തനിക്ക് അനുയായികളെ കിട്ടാൻ വേണ്ടി നിങ്ങളുടേതല്ലാത്ത പ്രസ്ഥാനക്കാരോട് സലാം പറയരുത്, അവരുടെ ജനാസ നമസ്കരിക്കരുത്, അവരൊക്കെ പുത്തൻവാദികളാണ് എന്ന് പഠിപ്പിക്കപ്പെടുന്നതിൽ നിന്ന് വ്യത്യസ്തമായി ഒരു കാലഘട്ടം. ഇന്ന് നമുക്കതൊന്നും കേരളത്തിൽ വലിയ രീതിയിൽ കേൾക്കാൻ കഴിയാത്തത് അത്തരം പണ്ഡിതന്മാരുടെ പാദസ്പർശം കൊണ്ട് ഈ മണ്ണ് അനുഗ്രഹീതമായത് കൊണ്ടാണ് എന്ന് തോന്നുന്നു. അതായത് മലബാറിന് ഇത്തരം സംഘടനാ സങ്കുചിതത്വങ്ങളുടെ പേരിലുള്ള ഒരു തരം ഒരു രാക്ഷസ സ്വഭാവമുണ്ട്. അവിടെയുള്ള മനുഷ്യരെ, സാധുക്കളായ, നിഷ്കളങ്കരായ, നിസ്വാർത്ഥരായ മനുഷ്യരെ പലപ്പോഴും ഉത്തരവാദിത്തപ്പെട്ട പണ്ഡിത നേതൃത്വം മതിലുകൾ സൃഷ്ടിച്ച്, അവർക്കിടയിൽ മതിലുകൾ സൃഷ്ടിച്ച് അരുതായ്മകൾ പറഞ്ഞു കൂട്ടിയപ്പോ ജനാസ നമസ്കാരത്തിന് ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ, ഞാൻ കുറച്ചുകൂടെ വ്യക്തമായിട്ട് സംസാരിക്കുന്നത് കാര്യങ്ങളിൽ ഒരു അവ്യക്തതയില്ലാതിരിക്കാനാണ്. അവർ മുജാഹിദോ ജമാഅത്തുകാരനോ തബ്ലീഗുകാരനോ ഒക്കെ ആണെങ്കിൽ ആ ജനാസ നമസ്കരിക്കാത്ത ഒരു പരിസ്ഥിതി മലബാറിൽ വ്യാപകമായിരുന്നു. ഇന്നും പൂർണ്ണമായിട്ട് അതൊന്നും വിട്ടുമാറിയിട്ടില്ല. എത്ര കുടുംബങ്ങളാണ് ജനാസ കൊണ്ട് പള്ളിയിൽ വെച്ചിട്ട് നിസ്കരിക്കാൻ കഴിയാതെ ഖബറിൽ, മുസ്ലിമീങ്ങളുടെ ഖബർസ്ഥാനിൽ സുന്നി അല്ലാത്തത് കൊണ്ട് അവിടെ അടക്കം ചെയ്യപ്പെടുകയില്ല എന്ന് പണ്ഡിതന്മാർ പിടിവാശി പിടിച്ച് കണ്ണുനീരണിഞ്ഞുകൊണ്ട് കുടുംബങ്ങൾ മടങ്ങിപ്പോയ സംഭവങ്ങൾ. ഞങ്ങളുടേതല്ലാത്ത ഒരു പ്രസ്ഥാനക്കാരൻ ഇവിടെ വാഴരുത്, മഹല്ല് ഭ്രഷ്ട് കൽപ്പിക്കപ്പെട്ടവർ സ്വന്തം ഭാര്യയും മക്കളെയും കൂട്ടി നാടും വീടും ഉപേക്ഷിച്ചുകൊണ്ട് എങ്ങോ പോയി താമസിക്കേണ്ടി വന്ന സാഹചര്യങ്ങൾ, സംഘടനാ സങ്കുചിതത്വങ്ങളുടെ പേരിൽ മലബാറിൽ മഖ്ദൂമിയ കുടുംബം ഈ കേരളത്തിലെ ഇസ്ലാമിക സമൂഹത്തിന് പഠിപ്പിച്ചു കൊടുത്ത സംസ്കാരം എവിടെയോ കൈമോശം വന്നു. അതിന് ഖബർ കേന്ദ്രീകൃതമായ ദുരാചാരങ്ങളും വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. സംഘടനാ സങ്കുചിതത്വങ്ങളുടെ പേരിൽ മുസ്ലിം ഉമ്മത്തിന്റെ ഇടയിൽ മതിലുകൾ സൃഷ്ടിച്ചിട്ട് അങ്ങനെ എത്ര കുടുംബങ്ങൾ ഞാൻ അള്ളാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കുകയുള്ളൂ എന്ന് പറഞ്ഞതിന്റെ പേരിൽ
ഖബർ കേന്ദ്രീകൃതമായ ഒരു അനാചാരങ്ങളിലും അന്ധവിശ്വാസങ്ങളിലും ഏർപ്പെടില്ല എന്ന് പ്രഖ്യാപിച്ചതിന്റെ പേരിൽ മഹല്ല് ഭ്രഷ്ട് കൽപ്പിക്കപ്പെട്ടവർ ഇന്ന് നമുക്കതൊന്നും അത്രമേൽ കേൾക്കാൻ കഴിയാത്തത് ഇത്തരം സൗമ്യരായ മുസ്ലിം ഉമ്മത്തിനെ ഒരുമയോടെ കാണണമെന്ന് ആഗ്രഹിക്കുന്ന ഷെയ്ഖ് ഹബീബ് ഉമർ എന്ന് പറയുന്ന ഇത്തരത്തിലുള്ള പണ്ഡിതന്മാരുടെ സാന്നിധ്യം കൊണ്ടാണ് എന്ന് നമുക്ക് തിരിച്ചറിയേണ്ടതുണ്ട്. അള്ളാഹു നമ്മുടെ ഉമ്മത്തിൽ ഐക്യം നിലനിർത്തി തരുമാറാകട്ടെ. എവിടെ യമനിൽ, ഞാൻ വിശ്വസിക്കുന്നു യമനിൽ തൂക്കുകയറിന് വിധിക്കപ്പെട്ട് കഴിയുന്ന ഒരു കുറ്റവാളിയുടെ വിഷയത്തിൽ അവരുടെ കണ്ണുനീരൊക്കുന്നതിനേക്കാളും സുപ്രധാനമാണ് സ്വന്തം കാൽച്ചുവട്ടിൽ കണ്ണുനീരണിഞ്ഞ മനുഷ്യരുടെ കണ്ണുനീരൊക്കുന്നത് എന്നാണ്. നമ്മുടെ വാക്കുകൾ, പ്രവർത്തനങ്ങൾ, പ്രഖ്യാപനങ്ങൾ, ഈ പ്രഖ്യാപനങ്ങളെല്ലാം കൊണ്ട് മലീമസമായ ഒരു സാഹചര്യം, ആ സാഹചര്യത്തെ ദൂരീകരിക്കുമ്പോഴാണ് ഇസ്ലാമികമായ ഒരു പണ്ഡിത ദൗത്യം പൂർത്തീകരിക്കപ്പെടുന്നത് എന്നുള്ളതാണ്. അങ്ങനെ ഒരു ഹുവ സമ്മാക്കുൽ മുസ്ലിമീൻ, അവൻ നിങ്ങൾക്ക് പേര് വെച്ചത് മുസ്ലിമീൻ, അത് പറയാൻ കഴിയണം. നമ്മൾക്കും നമ്മുടെ മക്കൾക്കും പറഞ്ഞു പഠിപ്പിക്കേണ്ട പേര് ഹുവ സമ്മാക്കുൽ മുസ്ലിമീൻ, നിങ്ങൾക്ക് അല്ലാഹു വെച്ചിരിക്കുന്ന പേര് മുസ്ലിം എന്നാണ്. ഏറ്റവും ഉജ്ജ്വലമായ നാമമാണ്. വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദആ ഇലല്ലാഹി വഅമില സാലിഹൻ വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ, അല്ലാഹുവിലേക്ക് ക്ഷണിക്കുകയും വഅമില സാലിഹൻ, സുകൃതങ്ങൾ അനുഷ്ഠിക്കുകയും വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ, ഞാൻ മുസ്ലിമീങ്ങളിൽ പെട്ടവനാണെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്യുന്നവനേക്കാൾ ഏറ്റവും ഉന്നതമായ മനോഹരമായ വാക്ക് പറയുന്നവൻ ആരാണ്? അതുകൊണ്ട് ഈ സംഘടനാ സങ്കുചിതത്വങ്ങളിൽ നിന്ന് മോചിപ്പിക്കപ്പെട്ട് ഇസ്ലാമിന്റെ സൗമ്യമായ ഭാവത്തിലേക്ക്, അഭിപ്രായ അന്തരങ്ങൾ നമ്മുടെ ഇടയിൽ ഇസ്ലാമികമായി നിലനിൽക്കുമ്പോഴും നമ്മുടെ സഹോദരങ്ങളെ സഹോദരങ്ങളായി കാണാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. എവിടെയോ യമനിലും സിറിയയിലും നടക്കുന്ന പ്രശ്നങ്ങൾ മാനവികമായി നമ്മൾ അതിൽ ഇടപെടണം. രണ്ടു തരം സാഹോദര്യങ്ങളുണ്ട്. ഒന്ന് അൽ ഉഖ്വത്തുൽ ഇൻസാനിയ, ലോകത്തുള്ള മുഴുവൻ മനുഷ്യരുമായി നമുക്കുള്ള ബന്ധമാണ്. മറ്റൊന്ന് അൽ ഉഖ്വത്തുൽ ഇസ്ലാമിയ, ഇസ്ലാമികമായ ഒരു സാഹോദര്യമാണ്. അതിൽ സംഘടനാ വ്യത്യാസങ്ങളില്ല. മുസ്ലിമാണോ, മൻ സല്ല സലാത്തന വസ്തഖ്ബല ഖിബ്ലതന വഅകല ദബീഹതന ഫദാലിക്കൽ മുസ്ലിം, നമ്മുടെ നമസ്കാരം നമസ്കരിക്കുകയും നമ്മുടെ ഖിബ്ലയിലേക്ക് തിരിഞ്ഞ് നമസ്കരിക്കുകയും നാം അറുത്തത് ഭക്ഷിക്കുകയും ചെയ്യുന്നവൻ ഫദാലിക്കൽ മുസ്ലിം, അവൻ മുസ്ലിമാണ്. ഇസ്ലാമികമായി നാം അവരെ സ്നേഹിക്കുകയും അവരുമായുള്ള സൗഹൃദം ഊട്ടിയുറപ്പിക്കപ്പെടുകയും ചെയ്യപ്പെടേണ്ടതുണ്ട്. ഇന്നമൽ മുഅ്മിനൂന ഇഖ്വത്തുൻ ഫഅസ്ലിഹൂ ബൈന അഖവൈക്കും, തീർച്ചയായും സത്യവിശ്വാസികൾ ഏകോദര സഹോദരന്മാരാണ്. ഫഅസ്ലിഹൂ ബൈന അഖവൈക്കും, നിങ്ങളുടെ സഹോദര ബന്ധത്തെ നിങ്ങൾ സുദൃഢമാക്കുക. പരിശുദ്ധമായ ഖുർആൻ. അതോടൊപ്പം മാനവികമായ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരുമായി ആദം ഹവ്വ ദമ്പതികളുടെ മക്കൾ എന്ന രൂപത്തിൽ നാം നിലനിർത്തുന്ന ഒരു സാഹോദര്യമുണ്ട്. അങ്ങനെ നമുക്ക് ആഗ്രഹിക്കാം നിമിഷപ്രിയ തൂക്കുകയറിൽ നിന്ന് മോചിപ്പിക്കപ്പെടട്ടെ എന്ന്. പക്ഷേ രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന് ഖിസാസ്, മറ്റൊന്ന് ആഫു. പരിശുദ്ധമായ ഇസ്ലാമിക ശരീഅത്തിന്റെ കോടതികൾ നീതിയുടെ പക്ഷത്ത് ശക്തമായി നിലയുറപ്പിക്കണമെന്നാണ്. വലാ തഖുദുകും ബിഹിമാ റഅഫത്തുൻ ഫീ ദീനില്ലാഹ് ഇൻ കുൻതും തുഅ്മിനൂന ബില്ലാഹി വൽ യൗമിൽ ആഖിർ, അല്ലാഹുവിലും അന്ത്യദിനത്തിലും നിങ്ങൾ വിശ്വസിക്കുന്നുണ്ട് എങ്കിൽ ഒരു മനുഷ്യൻ അന്യായമായി അവന്റെ ജീവൻ അപഹരിക്കപ്പെട്ടാൽ, അവന്റെ രക്തം ചിന്തപ്പെട്ടാൽ അതിന്റെ പ്രതിക്രിയ നടപ്പാക്കുന്നതിൽ ഒരു കാരുണ്യവും ഉണ്ടാകരുതെന്നാണ്. ഏറ്റവും ഉജ്ജ്വലമായ ഒരു സ്റ്റേറ്റ്മെന്റ് പരിശുദ്ധമായ ഖുർആൻ നടത്തുന്നത് വലക്കും ഫിൽ ഖിസാസി ഹയാത്തുൻ യാ ഉലിൽ അൽബാബി ലഅല്ലകും തത്തഖൂൻ, നിങ്ങൾക്ക് പ്രതിക്രിയയിൽ ജീവിതമുണ്ടെന്നാണ്. ഒരു മനുഷ്യൻ
അന്യായമായി കൊല ചെയ്യപ്പെട്ടു എന്ന് ഇസ്ലാമിക ശരീഅത്തിന്റെ കോടതിയുടെ മുന്നിൽ തെളിയപ്പെട്ടു കഴിഞ്ഞാൽ അവിടെ നീതിയുടെ നിയമം തിരിച്ച് കൊലപാതകം ചെയ്യുക എന്നുള്ളത് തന്നെ. അതാണ് നിമിഷപ്രിയയുടെ കഴുത്തിൽ ഇന്ന് തൂങ്ങിക്കിടക്കുന്ന തൂക്കുകയർ എന്ന് പറയുന്നത്. ഖിസാസ്, അതിൽ നിങ്ങൾക്ക് ജീവിതമുണ്ട്. അൽ ഐനു ബിൽ ഐൻ, കണ്ണിന് കണ്ണ്, വൽ ഉദ്നു ബിൽ ഉദ്ൻ, ചെവിക്ക് ചെവി, വസ്സിന്ന ബിസ്സിൻ, പല്ലിന് പല്ല്, വൽ ജുറൂഹ ഖിസാസ്, മുറിവുകൾ പ്രതിക്രിയകൾ ചെയ്യാനുള്ളതാണ്. അത് നീതിയുടെ സംസാരമാണ്. അതിൽ വിദേശിയെന്നോ സ്വദേശിയെന്നോ അറബിയെന്നോ അനറബിയെന്നോ മുസ്ലിമെന്നോ അമുസ്ലിമെന്നോ ഇല്ല. അത് ഇസ്ലാമിക സംസ്കാരം നിലനിൽക്കുന്ന നാടുകളിൽ പുതിയ കാര്യവുമല്ല. ഒരു അറബി ബംഗ്ലാദേശുകാരനെയോ പാകിസ്ഥാനിയോ ആണ് ആക്രമിച്ചതെങ്കിൽ ആ അറബി ജയിലിൽ പോയേക്കും, തൂക്കുകയറിന് ഇരയാക്കപ്പെടും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രവാചകത്വത്തിന് മുമ്പ്, തൗഹീദ് പ്രസംഗിക്കുന്നതിന് മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നീതിയുടെ ഒരു മണ്ണ് അവിടെ ഒരുക്കുന്നുണ്ട്. എവിടെ? മക്കയിൽ. ഹൽഫുൽ ഫുദൂൽ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകനാകുന്നതിന് മുമ്പ് മക്കക്കാരുടെ ഇടയിൽ നടന്ന ഒരു കരാറാണ് ഹൽഫുൽ ഫുദൂൽ. എന്താണ് ഹൽഫുൽ ഫുദൂൽ? ഒരു വിദേശി അവിടെ ഷാമിൽ നിന്നോ മറ്റോ ചില സാമഗ്രികൾ വിൽക്കാൻ വേണ്ടി മക്കത്ത് വരികയും വലിയ മക്കയിലെ ഒരു പ്രമാണി തനിക്ക് ആ വിദേശിക്ക് കൊടുക്കേണ്ട അവകാശം കൊടുക്കാതെ പിടിച്ചു വെക്കുകയും ചെയ്തപ്പോ ഇവിടെ ഒരു വിദേശിയും ഈ മക്കത്തെ ഈ കാബയുടെ പരിസരത്ത് വന്നിട്ട് നീതി നിഷേധിക്കപ്പെട്ട് തിരിച്ചുപോയിക്കൂടാ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉജ്ജ്വലമായ ഒരു ഇടപെടലാണ് ഹൽഫുൽ ഫുദൂൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിന്നീട് ഹൽഫുൽ ഫുദൂലിനെ അനുസ്മരിക്കുന്നത് ഇങ്ങനെയാണ്. അന്ന് ഈ പറയുന്ന പ്രമാണികളെ എല്ലാം ചേർത്തിരുത്തിയിട്ട് പറഞ്ഞു, അങ്ങനെ ഒരു വിഷയത്തിൽ ഈ മക്കത്തേക്ക് ഒരു വിദേശി കടന്നു വരികയും ആ വിദേശിയുടെ പക്ഷത്താണ് ന്യായമെങ്കിൽ ആ ന്യായവും നീതിയും അവരവകാശപ്പെട്ടതാണെന്ന കാര്യത്തിൽ നമ്മളെല്ലാവരും ഒന്നാകണമെന്നാണ് ഹൽഫുൽ ഫുദൂലിന്റെ തത്വം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിന്നീട് പറയുന്നുണ്ട്, എന്റെ ആരംഭ കാലഘട്ടത്തിൽ ഞാൻ പങ്കെടുത്ത സഖ്യങ്ങളിൽ ഏറ്റവും ഉജ്ജ്വലമായ സഖ്യമാണ് ഹൽഫുൽ ഫുദൂൽ. ഇസ്ലാം പ്രബോധനം ചെയ്യുന്നതിന് മുമ്പ് നീതിയുടെ മണ്ണൊരുങ്ങുകയാണ്. അങ്ങനെ മണ്ണ് ഒരുക്കപ്പെട്ട് അതിൽ പാകം ചെയ്യപ്പെട്ട ഒരു ജനതയാണ് മക്കയും മദീനയും യമനും ഷാമും ഇറാഖും എല്ലാം കൂഫയും എന്നൊക്കെ പറയുന്നത്. അവിടെ വിദേശിയെന്നോ സ്വദേശിയെന്നോ അറബിയെന്നോ അനറബിയെന്നോ ഇല്ല. ആരുടെ ഭാഗത്താണ് നീതിക്ക് ഒരു സ്വരമുണ്ട്. ആ സ്വരത്തിലും ആ ശബ്ദത്തിലുമാണ് അത് അവതരിപ്പിക്കേണ്ടത് എന്നതാണ് ശരീഅത്തിന്റെ നയം. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, അത് കോടതിക്ക് തീരുമാനിക്കാം. പക്ഷെ അവിടെ കുറ്റം ചെയ്തവൻ പശ്ചാത്താപത്തോടുകൂടി മാപ്പിരുന്നാൽ ആരെങ്കിലും മർദ്ദിതനായി കൊല ചെയ്യപ്പെട്ടാൽ അവന്റെ ഉടമസ്ഥന്, അത് സഹോദരനാകാം, പിതാവാകാം, ഭാര്യയാകാം, ഭർത്താവാകാം, മക്കളാകാം, അവന്റെ വലിയന് നാം ഒരു അധികാരം സ്ഥാപിച്ചിട്ടുണ്ട്. തൂക്കുകയർ കൊടുക്കണോ വിട്ടുവീഴ്ച ചെയ്യണോ? ഒന്നുകിൽ ഖിസാസ് അല്ലെങ്കിൽ മാപ്പ്. ഇത് രണ്ടും കലഹിക്കുമ്പോൾ നിഷ്കർഷതയുടെ സ്വരത്തിലല്ല, ഒരു പ്രേരണാ സ്വഭാവത്തോടെ ഖുർആൻ പറഞ്ഞു, നിങ്ങൾ മാപ്പ് കൊടുക്കലാണ് നിങ്ങൾക്ക് ഏറ്റവും നല്ലത്, തൂക്കുകയറിൽ നിന്ന് മോചിപ്പിക്കലാണ് ഏറ്റവും നല്ലത് എന്ന് ഖുർആൻ പറഞ്ഞു. ഖിസാസ് നീതിയാണ്. ആ നീതി നിർവഹണത്തിൽ മാപ്പ് കൊടുക്കാനുള്ള അധികാരം ഈ ഇരയാക്കപ്പെട്ട, ഈ ക്രൂരതയ്ക്ക് ഇരയാക്കപ്പെട്ട ഈ മനുഷ്യന്റെ കുടുംബത്തിന്, സഹോദരന്, പിതാവിന്, ബന്ധപ്പെട്ടവർക്കുള്ളത്. ലോകം ഇന്ന് ആ കുടുംബത്തോട് ആവശ്യപ്പെടുന്നതും ആ മാപ്പാണ്. നമുക്ക് പ്രതീക്ഷിക്കാം, നമുക്ക് ആഗ്രഹിക്കാം. ബൽദത്തുൻ തയ്യിബത്തുൻ വറബ്ബുൻ ഗഫൂർ, അനുഗ്രഹീതമായ ഒരു നാട്,
സമ്പൽ സമൃദ്ധി കൊണ്ട് അനുഗ്രഹീതമായ നാട്, പ്രകൃതിയുടെ മനോഹാരിതകൾ കൊണ്ട് അനുഗ്രഹീതമായ ഒരു നാട്, നല്ല മനുഷ്യരുടെ സ്വഭാവ മഹിമകൾ കൊണ്ട് അനുഗ്രഹീതമായ ഒരു നാട്. ആ നാടിന് പുറത്തു കൊടുക്കുന്ന ഒരു റബ്ബുണ്ട്. ആ റബ്ബിന്റെ സ്നേഹവും തൃപ്തിയും പൊരുത്തവും പ്രതീക്ഷിച്ചുകൊണ്ട് ഒരു പക്ഷേ നാളെ മക്കൾ ലഭിച്ചേക്കാം. അതും ശരീഅത്തിന്റെ ഭാഗമാണ്. ഖിസാസ് നടപ്പാക്കപ്പെട്ടാൽ, നിമിഷപ്രിയ തൂക്കുകയറിൽ ഏറ്റപ്പെട്ടാൽ, അത് ഇസ്ലാമിക ശരീഅത്തിന്റെ നീതിയുടെ ശക്തമായ ഒരു സ്വരം ലോകത്തിന് കൈമാറ്റം ചെയ്യപ്പെടും. ഇനി ആ തൂക്കുകയറിൽ നിന്ന് മോചിപ്പിക്കപ്പെട്ടാൽ ഇസ്ലാമിക ശരീഅത്തിന്റെ മാപ്പിന്റെ വിട്ടുവീഴ്ചയുടെ സന്ദേശവും ഏറ്റവും ഉജ്ജ്വലമായി കൈമാറ്റം ചെയ്യപ്പെടുകയും ചെയ്യും. പരിശുദ്ധമായ ശരീഅത്ത് മാനവികതയെ, മാനവിക മൂല്യങ്ങളെ, മനുഷ്യന്റെ അവകാശങ്ങളെ ഈ രൂപത്തിൽ സംരക്ഷിക്കുകയും മുറിവുകൾ ഉണക്കേണ്ടത് സൃഷ്ടാവിന്റെ കോടതിയിൽ മുമ്പേ മനുഷ്യരുടെ കോടതിയിൽ മുറിവുകൾ ഉണങ്ങണം. മനുഷ്യനുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ അവിടെ തന്നെ മുറിവുകൾ ഉണക്കപ്പെടണം. ശേഷമാണ് സൃഷ്ടാവിലേക്ക് പശ്ചാത്തപിക്കേണ്ടതെന്നുള്ളത്. അള്ളാഹു മനസ്സിലാക്കാൻ തോന്നും. നമ്മുടെയും വ്യക്തി ജീവിതത്തിൽ സംഭവിച്ചേക്കാവുന്ന കൊലപാതകം പോലെയുള്ള വലിയ പ്രശ്നങ്ങൾ മാത്രമല്ല, അതിര് തർക്കങ്ങളില്ലേ, മനുഷ്യരെ അന്യായമായ അവന്റെ അഭിമാനത്തിന് ക്ഷതമേൽപ്പിക്കാറില്ലേ, സാമ്പത്തികമായി അവരുടെ സമ്പത്ത് അപഹരിക്കാറില്ലേ, ഇവിടെയെല്ലാം സൃഷ്ടാവിന്റെ കോടതിയിലല്ല ആ മുറിവുണങ്ങുന്നത്. ആദ്യം മുറിവുണങ്ങേണ്ടത് നാം ജീവിക്കുന്ന മനുഷ്യരോടൊപ്പമാണ് എന്നുള്ളതാണ്. അള്ളാഹു മനസ്സിലാക്കി.